Hi learners, welcome to I Plus Training Solutions. കാറ്റഗറി 3 സോഷ്യൽ സയൻസിന്റെ കേരള റിനൈസൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് MCQs നമുക്ക് നോക്കിയാലോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേരള റിനൈസൻസ് എന്ന് പറയുന്നത്. കേട്ടറ്റിന് മാത്രമല്ല, കേട്ടറ്റ് കാറ്റഗറി 2നും 3ക്കും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ സെറ്റ് എക്സാമിനേഷനും എല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, കേരള PSCക്കും എല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേരള റിനൈസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കേരള റിനൈസൻസിലെ കുറച്ച് MCQസും കുറച്ച് റിലേറ്റഡ് ഫാക്റ്റുകളും നമുക്ക് നോക്കാം. First question. Consider the following statements regarding the Temple Entry Proclamation of 1936. 1936 ടെമ്പിൾ എൻട്രി ക്ഷേത്രപ്രവേശന വിളംബരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ താഴെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതില് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ചൂസ് ചെയ്യാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റുകൾ 3 നൽകിയിട്ടുള്ളത്. നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് വാസ് ഇഷ്യൂഡ് ബൈ ദ ട്രാവൻകൂർ കിങ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ദെൻ ദ സെക്കൻഡ്, C. Keshavan was the Diwan of Travancore who played a crucial role in drafting the proclamation. Statement 3, Mahatma Gandhi hailed this historic declaration as a miracle of modern times. ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതെല്ലാമാണ് എന്ന് നമുക്ക് കുറച്ച് കോഡുകൾ നൽകിയിട്ടുണ്ട് ഓപ്ഷൻസ് ആയിട്ട്. അതിൽ നിന്ന് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ ഒന്ന് നോക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് 1ഉം 3ഉം ശരി എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത്. അതായത് നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഇറ്റ് വാസ് ഇഷ്യൂഡ് ബൈ ദ ട്രാവൻകൂർ കിങ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ശരിയാണ് അല്ലെ? ക്ഷേത്രപ്രവേശന വിളംബരം അല്ലെങ്കിൽ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് ആരായിരുന്നു? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. ഡേറ്റ് നോക്കിയോളൂ. കറക്റ്റ് ഡേറ്റ് ആണ് നവംബർ 12, 1936. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ ഡേറ്റ് പലതവണ എക്സാമിനേഷന്റെ കേട്ടറ്റിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. വർഷമാണ് കൂടുതലും ചോദിക്കാറുള്ളത്. 1936. അതായത് നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ വർഷങ്ങൾ മാച്ച് ചെയ്യാനായിട്ട്, ഇവന്റ് അതിന്റെ അപ്രോപ്രിയേറ്റ് വർഷം മാച്ച് ചെയ്യാനൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദെൻ അടുത്തത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്നുള്ളതാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? മഹാത്മാഗാന്ധി ഹെയിൽഡ് ദിസ് ഹിസ്റ്റോറിക് ഡിക്ലറേഷൻ ആസ് എ മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസ്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചിട്ടുള്ളത് ഏത് ഇവന്റിനെയാണെന്നുള്ളത് കേട്ടറ്റ് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതേതാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തിനെയാണ് ആധുനിക ലോകത്തെ അല്ലെങ്കിൽ ആധുനിക കാലത്തെ മഹാത്ഭുതം, മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസ് എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ആണ് ശരിയായിട്ടുള്ളത് ക്ഷേത്രപ്രവേശന വിളംബരത്തെ സംബന്ധിച്ച്. ദെൻ ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ് കൊടുത്തിട്ടുള്ളത്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളത് സി കേശവൻ വാസ് ദ ദിവാൻ ഓഫ് ട്രാവൻകൂർ. അത് തെറ്റാണ് അല്ലെ? സി കേശവൻ ആയിരുന്നോ? അല്ല സർ, CP രാമസ്വാമി അയ്യരായിരുന്നു ആ ഒരു സമയത്ത് ട്രാവൻകൂറിലെ ദിവാനായിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, സി കേശവൻ ആരായിരുന്നു? സി കേശവൻ ഒരു പ്രോമിനന്റ് പൊളിറ്റിക്കൽ ലീഡർ ആയിരുന്നു. അതുപോലെ തന്നെ ഒരു ഫ്രീഡം ഫൈറ്റർ ഒക്കെ ആയിരുന്നു അല്ലെ അദ്ദേഹം. മറ്റൊരു കാര്യം പറയട്ടെ, നമുക്ക് കേട്ടറ്റിന് അത്ര ആവശ്യമുള്ളതൊന്നും അല്ല, PSCക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഈ ക്ഷേത്രപ്രവേശന വിളംബരം ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ അത് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഡേറ്റ് ഉണ്ടല്ലോ, അത് ബാലരാമവർമ്മ, ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ 25ാമത് ജന്മദിനത്തിന്റെ അന്നും കൂടി ആയിരുന്നു കേട്ടോ. ഓക്കെ, ഈ വിളംബരം എഴുതി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് ഉള്ളൂർ S. പരമേശ്വര അയ്യരായിരുന്നു. ഉള്ളൂർ S. പരമേശ്വര അയ്യരായിരുന്നു വിളംബരം ഈ ഒരു പ്രൊക്ലമേഷൻ എഴുതി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ ക്ഷേത്രപ്രവേശന വിളംബരം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്? അതായത് കാസ്റ്റ് ബാരിയേഴ്സ് ഒന്നും തന്നെ ഇല്ലാതെ തിരുവിതാംകൂറിലെ അവർണറായിട്ടുള്ള എല്ലാ ഹിന്ദുസിനും പൊതുക്ഷേത്രങ്ങളിലൊക്കെ എൻട്രി അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രൊക്ലമേഷൻ ആയിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം അല്ലെങ്കിൽ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ. Next question. Which social reformer started the newspaper Sujana Deepika
and is remembered as the Lincoln of Kerala. സുജന ദീപിക എന്ന ന്യൂസ് പേപ്പർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സോഷ്യൽ റിഫോമർ ആരാണ് എന്നാണ് ചോദ്യം. നമ്മുടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ മറ്റൊരു ക്ലൂവും കൂടി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം കേരള ലിങ്കൺ എന്നും കൂടി അറിയപ്പെടും. ആരാണ്? അയ്യങ്കാളി, പണ്ഡിറ്റ് കറുപ്പൻ, പൊയ്കയിൽ അപ്പച്ചൻ, കുമാരനാശാൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ, കോമൺ GK ക്വസ്റ്റ്യൻ ആണ്. ഹു ഈസ് നോൺ ആസ് കേരള ലിങ്കൺ? ഏതാണ് ആൻസർ വരുന്നത്? നോക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, പണ്ഡിറ്റ് കറുപ്പൻ ആണ്. പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1893 മെയ് 24 എറണാകുളം ജില്ലയിൽ ജനിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ മറ്റ് വിശേഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരള പാണിനി, കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ് അദ്ദേഹത്തിന് കേരള പാണിനി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ആധുനിക കേരളത്തിന്റെ പൂജ്യപാദ്യൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു? ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ ആയിരുന്നു ഇദ്ദേഹത്തിന് പണ്ഡിറ്റ് കറുപ്പനെ ആധുനിക കേരളത്തിന്റെ പൂജ്യപാദൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ കൊച്ചി രാജാവ് നൽകിയിട്ടുണ്ടായിരുന്ന ഒരു പദവിയായിരുന്നു കവി തിലകൻ. എന്താണ്? കവി തിലകൻ. തിരുവിതാംകൂർ ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് നൽകിയിട്ടുണ്ടായിരുന്ന ഒരു പദവി ഉണ്ടായിരുന്നു വിദ്യാധിരാജ. ഓക്കെ. സാഹിത്യ പഞ്ചാനനൻ PK നാരായണപിള്ള നൽകിയിട്ടുള്ള ഒരു പദവിയായിരുന്നു സാഹിത്യ പഞ്ചാനനൻ. ഓക്കെ. അപ്പൊ പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആര്യ സമാജം ഫൗണ്ട് ചെയ്തത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. ഓക്കെ. ഈ ആര്യ സമാജത്തിന്റെ ഈ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇദ്ദേഹം ഈ ഒരു സോഷ്യൽ റിഫോം എന്നുള്ള ഒരു രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഈ അവർണരുടെ ഒരു അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് കൊച്ചിയിൽ സമുദായ തർധിനി സഭ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ കൊച്ചിയിലെ ജാതി ജനങ്ങൾക്കായുള്ള ഒരു സംഘടന രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. കൊച്ചിയിലെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക്, അതായത് ഏതാണ് കൊച്ചിയിലെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആയിട്ടുണ്ടായിരുന്നത്? ശ്രീമൂലം പ്രജാസഭ അല്ലെ. ഈ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ അവർണ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള വ്യക്തി കൂടിയാണ് ആര്? പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പന്റെ വളരെ പ്രധാനപ്പെട്ട, എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പണ്ഡിറ്റ് കറുപ്പന്റെ പ്രധാന കൃതി. ഏതാണ്? ജാതിക്കുമ്മി. ജാതിക്കുമ്മിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജാതി വ്യവസ്ഥക്കെതിരെയും അതുപോലെ സോഷ്യൽ ഈവിൽ പ്രാക്ടീസസിനെതിരെയും ഒക്കെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്ന ഒരു കൃതിയാണ് ജാതിക്കുമ്മി. അതുപോലെ ഉദ്യാന വീഴ്ച, ബാലകേകളി, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളും നാടകങ്ങളും ഒക്കെയാണ്. ഭക്തവിലാസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാടകം വളരെ ഫേമസ് ആണ് കേട്ടോ. ഓക്കെ. കൊച്ചിയിലെ കായൽ സമ്മേളനം സംഘടിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ. അടുത്ത ചോദ്യം, ദ നിവർത്തന പ്രക്ഷോഭം അല്ലെങ്കിൽ abstention movement in Travancore was organized primarily to achieve what objective? എന്ത് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിവർത്തന പ്രക്ഷോഭം അല്ലെങ്കിൽ abstention മൂവ്മെന്റ് ട്രാവൻകൂറിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഓപ്ഷൻ എ, ടെമ്പിൾ എൻട്രി ഫോർ ഓൾ ലോവർ കാസ്റ്റ്. ഓപ്ഷൻ ബി, adequate representation of Christians, Muslims and Eravas in the legislature. ഓപ്ഷൻ സി, eradication of untouchability in public schools. ഓപ്ഷൻ ഡി, abolition of ദേവദാസി സിസ്റ്റം. നോക്കാം. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലെ. adequate representation of Christians, Muslims and Eravas in legislature. അതായത് ലെജിസ്ലേച്ചറിലേക്ക് ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും ഏഴവാസിനും അവരുടെ പോപ്പുലേഷൻ അനുസരിച്ചുള്ള ഒരു adequate representation കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് abstention മൂവ്മെന്റ് അല്ലെങ്കിൽ നിവർത്തന പ്രക്ഷോഭം നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ abstention മൂവ്മെന്റിന്റെ ഇയർ വരുന്നത് 1932 കാലഘട്ടത്തിലാണ് കേട്ടോ. 1930s എന്ന് പറയാം, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് പറയാണെന്നുണ്ടെങ്കിൽ 1932 നിവർത്തന പ്രക്ഷോഭം നടക്കുന്നത്. ട്രാവൻകൂറിലെ ഒരു പോപ്പുലേഷനില് അത്യാവശ്യം ജനസംഖ്യ, അതായത് ട്രാവൻകൂറിലെ പോപ്പുലേഷനില് കൂടുതലും ഈ പറയുന്ന ക്രിസ്ത്യൻസ്, മുസ്ലിംസ്, ഈഴവാസ് ഒക്കെ ആയിരുന്നു. എന്നാലും ഈ സർക്കാർ സർവീസിലും അതുപോലെ ഈ ലെജിസ്ലേച്ചറിലും ഒക്കെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ, adequate representation കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിനെതിരെയായിട്ട് അവർ പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രക്ഷോഭമായിരുന്നു ഈ abstention മൂവ്മെന്റ് അല്ലെങ്കിൽ നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു എയിംസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്
നിയമനിർമ്മാണ സഭകളിലേക്കുള്ള ഇലക്ഷനിൽ ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ, ഒരു സംവരണം, അതുപോലെ തന്നെ എല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭമായിരുന്നു ഇത്. അപ്പോ ഈ അബ്സഷൻ മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ പറയുകയാണെന്നുണ്ടെങ്കിൽ സി കേശവൻ, ടി എം വർഗീസ്, എൻ വി ജോസഫ്, പി കെ കുഞ്ഞ്, ഇവരൊക്കെയായിരുന്നു കേട്ടോ. ദെൻ കോഴഞ്ചേരി പ്രസംഗത്തിനെ കുറിച്ച് കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. കോഴഞ്ചേരി പ്രസംഗം 1935 മെയ് 11-നാണ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ കോഴഞ്ചേരി പ്രസംഗം എന്ന് പറയുന്നത്. ഈ കോഴഞ്ചേരി പ്രസംഗം ആരാണ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? സി കേശവൻ ആയിരുന്നു കേട്ടോ. ഈ കോഴഞ്ചേരി പ്രസംഗം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സി കേശവൻ ആയിരുന്നു. ഈ തിരുവിതാംകൂർ ദിവാനെയും അതുപോലെ ഈ ഭരണകൂടത്തിനെയും ഒക്കെ ഭയങ്കരമായിട്ട് വിമർശിച്ചുകൊണ്ടാണ് സി കേശവൻ ഈ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് വളരെ വലിയ ഒരു പ്രക്ഷോഭത്തിനൊക്കെ വഴിയൊരുക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രസംഗം വളരെ പോപ്പുലർ ആവാനായിട്ടൊക്കെ തുടങ്ങിയപ്പോൾ അതിനെ തുടർന്നിട്ടാണ് ട്രാവൻകൂർ ഗവൺമെന്റ് ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് ആ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം 1936 ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം സമുദായിക അടിസ്ഥാനത്തിൽ റിസർവേഷൻ നടപ്പിലാക്കാനായിട്ട് സർക്കാർ തയ്യാറാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദ ഫോളോയിങ് സോഷ്യൽ റിഫോം ഈവൻസ് ഇൻ കേരള. തന്നിട്ടുള്ള സോഷ്യൽ റിഫോം ഈവൻസിനെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 4 എണ്ണം തന്നിട്ടുണ്ട്. ഫൗണ്ടിങ് ദ ആത്മവിദ്യാ സംഘം ബൈ വാഗ്ബടാനന്ദ, ദ ഹിസ്റ്റോറിക് അരുവിപ്പുറം കോൺസെക്രേഷൻ ബൈ ശ്രീനാരായണ ഗുരു, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ സാധുജന പരിപാലന സംഘം SJPS ബൈ അയ്യങ്കാളി, സബ്മിഷൻ ഓഫ് ദ മലയാളി മെമ്മോറിയൽ. 4 എണ്ണം ഉണ്ട്. ഇതില് 4 എണ്ണം ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ അതിനോട് അപ്രോപ്രിയേറ്റ് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് കോഡുകളായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ ഏതാണ് ആൻസർ നോക്കാം. യെസ്, നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലെ. 2, 4, 3, 1 എന്നിങ്ങനെയാണ് വരുന്നത്. അതായത് അരുവിപ്പുറം കോൺസെക്രേഷൻ, അരുവിപ്പുറം പ്രതിഷ്ഠ 1888-ലാണ് നടക്കുന്നത് അല്ലെ. ദെൻ മലയാളി മെമ്മോറിയൽ 1891, സാധുജന പരിപാലന സംഘം അതിന്റെ ഫൗണ്ടേഷൻ വരുന്നത് 1907-ലാണ്, 1907. ദെൻ ആത്മവിദ്യാ സംഘം 1917-ലാണ്. ഓക്കെ, അരുവിപ്പുറം പ്രതിഷ്ഠയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1888 ഫെബ്രുവരി 16-നാണ് എക്സാക്ട് ഡേറ്റ് വരുന്നത്. ഒരു ശിവരാത്രി ദിവസമായിരുന്നു. നെയ്യാറ്റിൻകര താലൂക്കിൽ, അതായത് ട്രാവൻകൂർ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കില് അരുവിപ്പുറം എന്നുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു ഈ അരുവിപ്പുറം കോൺസെക്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. ശ്രീനാരായണ ഗുരുവാണ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതുവരെ സവർണ ജാതിയിലുള്ളവർക്ക് മാത്രമായിരുന്നു ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നത്. എന്നാൽ അത്തരത്തിൽ വിഗ്രഹം പ്രതിഷ്ഠിക്കാനുള്ള അവകാശം സവർണർക്ക് മാത്രമല്ല അവർണർക്കും ഉണ്ട് എന്ന് തെളിയിച്ചുകൊണ്ട് ആണ് ശ്രീനാരായണ ഗുരു ഇത്തരത്തില് ഒരു പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതിനെ തുടർന്നിട്ട് 1894 കല്ലൂർ വളപ്പിലും അതുപോലെ 1916 കാലടിയിലും ഇദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ദെൻ മലയാളി മെമ്മോറിയലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1891 ജനുവരി 1-നാണ് മലയാളി മെമ്മോറിയൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരുന്നു മലയാളി മെമ്മോറിയൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അതായത് ട്രാവൻകൂർ ഗവൺമെന്റ് സർവീസുകളിലേക്ക് അന്യദേശത്തിലുള്ള, അതായത് പ്രത്യേകിച്ച് മദ്രാസിലുള്ള ബ്രാഹ്മിൺസ് ഒക്കെ ഉണ്ടല്ലോ, ചെന്നൈ ബ്രാഹ്മിൺസ്, അവർക്കാണ് ഭയങ്കരമായിട്ടുള്ള പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവർക്കുള്ള ഒരു മുൻഗണനയൊക്കെ അവസാനിപ്പിച്ചിട്ട് യോഗ്യതയുള്ള നാട്ടുകാർക്ക്, അതായത് നാട്ടുകാർ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് മലയാളികള്. ഓക്കെ, അപ്പൊ ആ മലയാളികൾക്ക് ജാതി മതത്തിന്റെ ഒക്കെ ഭേദം അന്യേ ഒരു ഉദ്യോഗങ്ങളിലൊക്കെ അർഹമായിട്ടുള്ള റെപ്രസെന്റേഷൻ കൊടുക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മലയാളി മെമ്മോറിയൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. മലയാളി മെമ്മോറിയൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആരുടെ മുന്നിലായിരുന്നു? തിരുവിതാംകൂർ മഹാരാജാവായിട്ടുണ്ടായിരുന്ന ശ്രീമൂലം തിരുനാളിനാണ് മലയാളി മെമ്മോറിയൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഇതിൽ ഒപ്പുവെച്ചവരുടെ എണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. പല ജാതിയിൽ പെട്ടിട്ടുണ്ടായിരുന്ന, പല ജാതി മതത്തിൽ പെട്ടിട്ടുണ്ടായിരുന്ന 1038 പേരാണ്
മലയാളി മെമ്മോറിയലിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ മലയാളി മെമ്മോറിയലിന്റെ പ്രധാനപ്പെട്ട നേതാവായിട്ട് വരുന്നത് ജി പരമേശ്വരൻ പിള്ള അല്ലെങ്കിൽ GP പിള്ളയാണ്. അദ്ദേഹത്തിനോടൊപ്പം KP ശങ്കരമേനോൻ, ഡോക്ടർ പൽപ്പു എന്നിവരും ഇതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. ഈ മലയാളി മെമ്മോറിയലിന് ശേഷമാണ് പിന്നീട് ഈഴവ മെമ്മോറിയൽ വരുന്നത് കേട്ടോ. ഓക്കെ, ഈഴവ മെമ്മോറിയൽ മലയാളി മെമ്മോറിയലിന് ശേഷം 1891 ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ ഈഴവർക്ക് സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ളതാണ്. ഓക്കെ, ഇനി സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം SJPS 1907 കൊണ്ടുവരുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ സാധുജന പരിപാലന സംഘം എന്നറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് പിന്നീട് പുലയ മഹാസഭ എന്ന പേരിലേക്ക് മാറി. ദളിത് വിഭാഗത്തിലുള്ളവരുടെ ഒരു എഡ്യൂക്കേഷൻ, അവരുടെ ഒരു സോഷ്യൽ ജസ്റ്റിസ് ഒക്കെ ഉറപ്പാക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് അയ്യങ്കാളി ഈ ഒരു ഓർഗനൈസേഷൻ ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു മുഖപത്രമായിരുന്നു സാധുജന പരിപാലകർ അല്ലെങ്കിൽ സാധുജന പരിപാലിനി എന്നറിയപ്പെടുന്നത്. 1913 KP കറുപ്പൻ, പണ്ഡിറ്റ് KP കറുപ്പന്റെയും അതുപോലെ PK അയ്യപ്പന്റെയും ഒക്കെ ഒരു സഹകരണത്തോട് കൂടിയിട്ടാണ് ഈ മുഖപത്രമായിട്ടുള്ള സാധുജന പരിപാലിനി ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ആരാണ് സാധുജന പരിപാലന സംഘം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്? അയ്യങ്കാളി ആയിരുന്നു കേട്ടോ, അയ്യങ്കാളി. ദെൻ നമ്മുടെ ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് എന്നായിരുന്നു? ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് 1903 മെയ് 15 കേട്ടോ SNDP സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടെ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ദെൻ നെക്സ്റ്റ് ആത്മവിദ്യാ സംഘം. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് വാഗ്ഭടാനന്ദനായിരുന്നു 1917 കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ വെച്ചിട്ടായിരുന്നു ആത്മവിദ്യാ സംഘം രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. അന്ധവിശ്വാസങ്ങള്, അനാചാരങ്ങള്, ജാതി വ്യവസ്ഥ ഇതിനൊക്കെ, അതുപോലെ തന്നെ ബ്രാഹ്മിൻ ഡോമിനൻസ്, അതിനൊക്കെ എതിരെ ജനങ്ങളിൽ ഒരു അവയർനെസ് കൊടുക്കുക, അതുപോലെ യുവാക്കളെ സംഘടിപ്പിച്ചിട്ട് ഒരു റിനൈസൻസ് ആശയങ്ങളൊക്കെ പ്രചരിപ്പിക്കുക, ഇതൊക്കെയാണ് ഈ ആത്മവിദ്യാ സംഘത്തിലൂടെ ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്. വർഷം എന്നാണ്? 1917 വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ പേര് കുഞ്ഞിരാമൻ എന്നായിരുന്നു കേട്ടോ. ഓക്കെ, വാഗ്ഭടാനന്ദനെ അഭിനവ കേരളത്തിന്റെ രാഘവ രാജാറാം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രമാണ് ആത്മപ്രകാശം. നെക്സ്റ്റ് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് ഫസ്റ്റിന് ലിസ്റ്റ് സെക്കൻഡുമായിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ലിസ്റ്റ് ഫസ്റ്റില് കുറച്ച് ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ ലീഡേഴ്സിന്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്. ലിസ്റ്റ് സെക്കൻഡില് അതിന്റെ ഓർഗനൈസേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ലിസ്റ്റ് ഫസ്റ്റ് നോക്കുമ്പോൾ യോഗക്ഷേമ സഭ, ആനന്ദ മഹാസഭ, കല്യാണദായിനി സഭ, PRDS. ഇനി ലിസ്റ്റ് സെക്കൻഡ് നോക്കുമ്പോൾ VT ഭട്ടതിരിപ്പാട്, സ്വാമി ബ്രഹ്മാനന്ദ ശിവയോഗി, പൊയ്കയിൽ അപ്പച്ചൻ, പണ്ഡിറ്റ് കറുപ്പൻ. അപ്പോൾ ഇതിനെ കണക്ട് ചെയ്യുന്ന കോഡുകളാണ് നമുക്ക് ഓപ്ഷൻ ആയിട്ട് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ കോഡുകൾ പ്രകാരം ഓപ്ഷൻസ് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് ചൂസ് ചെയ്യുക. നോക്കാം. നമ്മുടെ ആൻസർ വരുന്നത് ഏതാ? ഓപ്ഷൻ A ആണ്. അതായത് A1, B2, C4, D3 ഇങ്ങനെയാണ് നമ്മുടെ ആൻസർ വരുന്നത്. നമുക്കൊന്നും കൂടി എക്സ്പ്ലെയിൻ ആക്കാം. കല്യാണദായിനി സഭ. കല്യാണദായിനി സഭയെ കുറിച്ച് പറയുമ്പോൾ പണ്ഡിറ്റ് K കറുപ്പനാണ് കല്യാണദായിനി സഭ രൂപീകരിച്ചിട്ടുള്ളത്. 1912 ഈ പണ്ഡിറ്റ് കറുപ്പന്റെ ആദ്യത്തെ ഒരു ഓർഗനൈസേഷൻ ആണ് കല്യാണദായിനി സഭ എന്ന് പറയുന്നത്. ഓക്കെ, കൊച്ചിയിലെ പിന്നോക്ക വിഭാഗങ്ങൾ, അതായത് പ്രത്യേകിച്ച് അറയ സമുദായത്തിനെയും അതുപോലെ തന്നെ ദളിതരുടെയും ഒക്കെ ഒരു സോഷ്യൽ എക്കണോമിക് അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ടും അവരുടെ ഒരു എഡ്യൂക്കേഷണൽ പുരോഗതിക്ക് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ടാണ് പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിൽ ഈ ഒരു കല്യാണദായിനി സഭ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭ 1908 രൂപീകൃതമാകുന്നത്. VT ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് യോഗക്ഷേമ സഭ രൂപീകൃതമാകുന്നത്. VT ഭട്ടതിരിപ്പാടിന് പുറമെ MR ഭട്ടതിരിപ്പാട്, കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് എന്നിവരൊക്കെ ഈ യോഗക്ഷേമ സഭയുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തികൾ കൂടിയായിരുന്നു. അപ്പൊ ഈ യോഗക്ഷേമ സഭ എന്ന് പറയുന്നത് നമ്പൂതിരി സമുദായത്തിലുള്ള ഈവിൽ പ്രാക്ടീസസിനെതിരെയും ഈവിൽ കസ്റ്റംസിനെതിരെയും ഒക്കെ ആയിട്ട്
അതിനെതിരെ ശബ്ദമുയർത്താനായിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കാനായിട്ട് നിലവിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു സംഘടനയായിരുന്നു യോഗക്ഷേമ സഭ. അതായത് നമ്പൂതിരി സമുദായത്തിൽ കുറേയധികം അനാചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് വിധവകൾക്ക് പുനർവിവാഹം പാടില്ല, വളരെ ചെറിയ പെൺകുട്ടികളെ തന്നെ വളരെ ഏജ്ഡ് ആയിട്ടുള്ള നമ്പൂതിരിമാര് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഭയങ്കര മോശമായിട്ടുള്ള പ്രാക്ടീസസ് ഉണ്ടായിരുന്നു. അത് പിന്നെ അതിനുശേഷം പിന്നെ മിശ്ര വിവാഹമൊക്കെ അതിന്റെ ഭാഗമായിട്ട് വി ടി ഭട്ടതിരിപ്പാട് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ദെൻ യോഗക്ഷേമം എന്നുള്ള ഒരു മുഖപത്രം ഈ യോഗക്ഷേമ സഭയുടെ ഭാഗമായിട്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് ആനന്ദ മഹാസഭ. ആനന്ദ മഹാസഭ നമുക്ക് എപ്പോഴും ഈ കുട്ടികൾക്ക് തെറ്റുന്നതാണ്. ആനന്ദ മഹാസഭ എന്ന് പറയുമ്പോൾ സ്വാമി ആനന്ദ തീർത്ഥനാണ് അതിന്റെ ഫൗണ്ടർ എന്നിങ്ങനെ ചുമ്മാ അങ്ങ് ഗസ് ചെയ്യും. പക്ഷെ അല്ല, ആനന്ദ മഹാസഭയുടെ ഫൗണ്ടർ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. സ്വാമി ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. 1899 പാലക്കാട് ജില്ലയിലെ ആലത്തൂർ വെച്ചിട്ടാണ് ആനന്ദ മഹാസഭ രൂപീകൃതമാവുന്നത്. അപ്പൊ ഒരുവിധം സോഷ്യൽ റിഫോം ഓർഗനൈസേഷൻസ് ഒക്കെ തന്നെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെയായിട്ടാണ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുമ്പോൾ ഈ ഒരു പോയിന്റ് ഓൾമോസ്റ്റ് എല്ലാ ഇതിലും നിങ്ങൾക്ക് കാണാം കേട്ടോ. ഓക്കെ, ദെൻ രാജയോഗ സിദ്ധാന്തങ്ങളും അതുപോലെ യുക്തിചിന്തയൊക്കെ പ്രചരിപ്പിക്കുക, അതൊക്കെ ഈ ആനന്ദ മഹാസഭയുടെ ഒരു ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു. ദെൻ മോക്ഷപ്രദീപം എന്നുള്ള ഒരു കൃതി സ്വാമി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഒരു കൃതിയായിരുന്നു മോക്ഷപ്രദീപം എന്ന് പറയുന്നത്. ഈ മോക്ഷപ്രദീപത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ചട്ടമ്പി സ്വാമികൾ മോക്ഷപ്രദീപ ഖണ്ഡനം എന്നുള്ള ഒരു വർക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ജസ്റ്റ് ഒരു കണക്ഷൻ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ PRDS. അതിനെയാണ് PRDS എന്ന് കോമൺലി അറിയപ്പെടുന്നത്. ഫൗണ്ട് ചെയ്തിട്ടുള്ളത് പൊയ്കയിൽ അപ്പച്ചൻ, പൊയ്കയിൽ യോഹന്നാൻ എന്നും അല്ലെങ്കിൽ കുമാര ഗുരുദേവൻ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് പൊയ്കയിൽ അപ്പച്ചൻ. അപ്പൊ അദ്ദേഹമാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചിട്ടുള്ളത്. 1909 പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ വർഷം വരുന്നത്, ഫൗണ്ടിങ് ഇയർ വരുന്നത്. അതിന്റെ ആസ്ഥാനം വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരാണ്. ഓക്കെ, അപ്പൊ ഇതും ജാതി വ്യവസ്ഥയുടെയും അതുപോലെ തന്നെ അടിച്ചമർത്തലിന്റെയും ഒക്കെ ഇരയായിട്ടുള്ള ദളിത് ജനവിഭാഗങ്ങളുടെ, അതായത് അവരുടെ ഒരു മോചനത്തിനായിട്ട് രൂപീകരിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് PRDS അല്ലെങ്കിൽ പ്രത്യക്ഷ രക്ഷാ ദേവസഭ. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. ട്രാവൻകൂർ പ്രജാസഭയിൽ, തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ ദളിത് പ്രതിനിധിയാണ് പൊയ്കയിൽ യോഹന്നാൻ കേട്ടോ. ഓക്കെ, അതും കൂടി ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് 5 ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ 5 ക്വസ്റ്റ്യൻസും കണക്റ്റഡ് ഫാക്ടുകളും നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഇതുപോലെ ഒരു ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള കുട്ടി ക്ലാസ്സുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.